ഉമ്മ? സാറ് എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ, എൻ്റെ കൊച്ചിനെ ഇറക്കി തരണം. എങ്ങനെയെങ്കിലും എൻ്റെ മൂത്തോ ഇളയോ മരിച്ചോ, ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം. എങ്ങനെയെങ്കിലും എനിക്ക് അവനെ ഞാൻ അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുറിച്ച് ഞാൻ മനുഷ്യന് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കണം. നമുക്ക് നോക്കാം. ഉമ്മ സമാധാനമായിട്ട് കിടക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. ജീവനായിരുന്നു. എൻ്റെ വൈഫിനും അറിയാം, അവനും അറിയാം എന്താണ് സംഭവങ്ങളെന്ന് അവർ രണ്ടുപേർക്കും അറിയാം. പാവങ്ങളൊക്കെ ഒന്നും എടുക്കേണ്ട, എന്ത് കാര്യം ചെയ്തെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. കൊച്ചുമോനെ കൊന്നത്തേക്ക് ഞാനുണ്ടെങ്കിൽ അപ്പോൾ സാഹചര്യം ചെയ്യും. എൻ്റെ ജ്യേഷ്ഠത്തെ കൊലപ്പെടുത്തുന്നത് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവനോടൊക്കെ ചത്തുപോയിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. 10 പേരും ഞാൻ മരണപ്പെട്ടതായിട്ടാണ് കണക്കാക്കുന്നത്. 2 മക്കൾ നഷ്ടപ്പെട്ട ഒരു പിതാവാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് പ്രകോപനമായത് കടം ചോദിച്ച പണം കിട്ടാത്തതുകൊണ്ടെന്ന് അഫാന്റെ ഉമ്മ ഷെമീനയുടെ മൊഴി. കൊലപാതകത്തിന്റെ തലേ ദിവസം രാത്രി അഫാൻ ബന്ധുവിനോട് 50,000 രൂപ കടം ചോദിച്ചു. കേണപേക്ഷിച്ചിട്ടും ബന്ധുക്കൾ അപമാനിച്ചുവെന്ന് ഷെമീന പറയുന്നു. ഇളയ മകനോടൊപ്പം അഫാൻ ആത്മഹത്യാ വീഡിയോകൾ കണ്ടിരുന്നുവെന്നും ഷെമീനയുടെ മൊഴിയുണ്ട്. വിവരങ്ങളുമായി സുനീഷ്. എന്ത് അത്ഭുതമാണ് ഇന്നലെ ഒരു മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ സംഭവിച്ചു എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ അഫാന്റെ ഉമ്മ ഷെമി അഫാൻ തന്നെയാണ് ആക്രമിച്ചതെന്നുള്ള മൊഴി തന്നെയാണ് നൽകിയിരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം രാവിലെ വരെ നമ്മൾ കണ്ടതാണ്, ശ്രീകണ്ഠനർ വന്ന് വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ ആ ഒരു വേളയിൽ പോലും അദ്ദേഹം ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്, കട്ടിലിൽ നിന്ന് വീണു എന്നും ലൈവായിട്ട് നമ്മൾ കണ്ട കാര്യങ്ങളാണ്, എല്ലാവരും കണ്ടതാണ്. വീഡിയോസ് ഒക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. പക്ഷേ അതിന്റെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഇപ്പോൾ ആ ഒരു മൊഴി മാറ്റി പറഞ്ഞിരിക്കുകയാണ്. അഫാൻ തന്നെയാണ് ആക്രമിച്ചു എന്നുള്ള കാര്യം ഈ ഒരു ഉമ്മ ഷെമി പുറത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പൊന്ന് കായ്ക്കുന്ന മരമായാലും അത് പുരയ്ക്ക് മീതെ ചാഞ്ഞാൽ അത് നമ്മൾ വെട്ടിയേ പറ്റുള്ളൂ അല്ലേ? അതിനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഈ ഒരു കാര്യം ചിലപ്പോൾ മാതാവായ ഷെമിക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. സുനിഷ, ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഈ ഉമ്മ മൊഴിയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ആത്മഹത്യയെക്കുറിച്ച് നേരത്തെ അഫാൻ ചിന്തിച്ചിരുന്നു എന്ന സൂചന കൂടി നൽകുന്നുണ്ട്. ഈ 35 ലക്ഷം രൂപ കടം വന്ന വിവരം റഹീമിനെ അറിയിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഉമ്മയുടെ മൊഴിയിലുള്ളത്? അരുൺ, അഫാൻ ഈ കൊലപാതകമൊക്കെ നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന കണ്ടെത്തലിലേക്ക് തന്നെയാണ് പോലീസ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നേരത്തെ തന്നെ ഈ ഉമ്മ ഷെമീനയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ തന്നെയും മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഈ ഉമ്മ പറഞ്ഞിരുന്നത് ആ കട്ടിലിൽ നിന്ന് വീണാണ് തനിക്ക് ഈ പരിക്ക് പറ്റിയത് എന്നടക്കമുള്ളതായിരുന്നു. ആ വിഷയത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ മൊഴിയിൽ നിന്ന് മാറാൻ അവർ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് കിളിമാനൂർ പോലീസ് ഈ ഉമ്മയുടെ മൊഴി എടുക്കുന്നത്. ഈ ഉമ്മയോട് ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം, അതായത് ഇളയ മകനടക്കം കൊല്ലപ്പെട്ടു എന്ന വിവരം പറഞ്ഞതിന് ശേഷമാണ് ഉമ്മ ഇപ്പോൾ ഈ വിവരം പറയാൻ തയ്യാറായത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഉമ്മ പറഞ്ഞിരിക്കുന്ന മൊഴി ഇങ്ങനെയാണ്. നേരത്തെ തന്നെ, അതായത് 50,000 രൂപ ഈ ബന്ധുവീട്ടിൽ നേരത്തെ ചുള്ളാലത്തെ ഈ 2 പിതാവിന്റെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയും കൊലപ്പെടുത്തിയിരുന്നു. ഇവരോട് 50,000 രൂപയ്ക്ക് ആവശ്യപ്പെട്ടിരുന്നു എന്നതാണ്. പക്ഷേ ഈ 50,000 രൂപ കടമായി ചോദിച്ചപ്പോൾ ബന്ധുക്കൾ കളിയാക്കുന്ന തരത്തിലേക്ക്, അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് എന്നതാണ്. ഒപ്പം തന്നെ പണം നൽകാൻ സമ്മതിച്ചില്ല, മോശമായി അഫാനോട് സംസാരിക്കുന്ന സ്ഥിതിയും ഉണ്ടായി. ഇത് അഫാനെ പ്രകോപിപ്പിച്ചു എന്നതാണ് ഈ ഉമ്മയുടെ മൊഴിയിൽ പ്രധാനമായും പറയുന്നത്. ഈ അപമാനവും ഒപ്പം തന്നെ പണം കിട്ടാത്തതും കൊലപാതകത്തിന് കാരണമായി എന്നുള്ളതാണ്. അതായത് ഉമ്മ പറയുന്നത് ഈ പ്രകോപനം അന്ന് രാവിലെയും, അതായത് ഇതിന്റെ തലേ ദിവസമാണ് പണം ചോദിക്കുന്നത്. പക്ഷെ കൊലപാതകം ചെയ്യുന്ന അന്ന് രാവിലെയും ഈ പണം ചോദിച്ച് അഫാൻ ഫോൺ വിളിച്ചിരുന്നു. പക്ഷെ പണം തരില്ല എന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു ബന്ധുക്കൾ എന്നതാണ്. അതിന്റെ വൈരാഗ്യം തീർക്കാൻ എല്ലാവരെയും കൊല്ലാം എന്ന രീതിയിലേക്ക് അഫാൻ എത്തുന്നു എന്നതാണ്. അതിന്റെ ഭാഗമായി പിന്നാലെ തന്നെ ഈ ഉമ്മയെ ഉപദ്രവിച്ചു എന്നതാണ് ഉമ്മ പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഷാലിട്ട് പിറകിൽ നിന്നും മുറുക്കി വീഴ്ത്തുകയായിരുന്നു എന്നതാണ് ഉമ്മ പറയുന്നത്. പിന്നീട് ഒന്നും ഓർമ്മയില്ല എന്നും പറയുന്നു. അതായത് ബോധം കെടുകയായിരുന്നു. പിന്നീട് മനസ്സിലാകുന്നത് ഈ പോലീസുകാരൊക്കെ ചേർന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് എന്നതാണ് ഉമ്മ നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. അതിനുശേഷം പോലീസുകാരൊക്കെ പിന്നീട് പറഞ്ഞപ്പോഴാണ് അനുജനെയും ഈ അഫാന്റെ അനിയനെയും ഈ പിതാവിന്റെ സഹോദരനെയും ഭാര്യയും ഉമ്മയും ഒക്കെ കൊന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉമ്മ അറിയുകയും ചെയ്യുന്നത്. ഏതായാലും നേരത്തെ തന്നെ ഈ കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം ചോദിച്ച് കടമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ആത്മഹത്യ ചെയ്താലോ എന്ന ആലോചന ഇവർ നടത്തിയിരുന്നു എന്നത് കൂടി. നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം അറിയിക്കാൻ വന്നതാണ്. ബാപ്പയോട് സംസാരിച്ചായിരുന്നേ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ താമസിക്കാൻ നമുക്കൊരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ. അപ്പോൾ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. ഇനി പഴയ വീട്ടിലൊക്കെ പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അത് പറയാൻ വേണ്ടി ഞാനും കൂടെ വന്നതാണ്. അപ്പോൾ ഉമ്മയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോൾ ഉമ്മ ഇപ്പോൾ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിൽക്കുന്നത്? അതാണ് കറക്റ്റ്. ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. എനിക്ക് അതേ ഓർമ്മ ഉള്ളു. അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ പറഞ്ഞത്? ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്, എന്റെ ഓർമ്മയിലും അത് തന്നെയാണ്. ഉമ്മയുടെ പോലീസുകാർ കുറെ തവണ ചോദിച്ചോ ഇത്? ചോദിച്ചു, 2 തവണ ചോദിച്ചു. എനിക്കൊന്നും ഓർമ്മ കിട്ടാത്തതുകൊണ്ടാണോ ഇനി അതങ്ങനെ തോന്നുന്നത്? ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം, ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങൾ, സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മ ഉണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞത്. റഹീമിനോട് ഇത് തന്നെയാണോ പറഞ്ഞത്? ഫഹീമിനോട് ഇത് തന്നെ പറഞ്ഞു.
ഉമ്മ എളുപ്പം സുഖമായിട്ട് വരിക, നമ്മളെ കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. ഉമ്മ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മനസ്സൊക്കെ ശരിയാകുമ്പോൾ പോലീസുകാരോട് സംസാരിക്കും. ഇപ്പൊ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ? എന്താണ് നീ മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? അവര് പറഞ്ഞു ഓർമ്മ ഉണ്ട്, ഉമ്മയ്ക്ക് അല്ലാതെ എനിക്കറിയില്ല, അവര് പറഞ്ഞ ഓർമ്മ ഉണ്ട്. അപ്പൊ ഈ ഉമ്മയ്ക്ക് എല്ലാ ഓർമ്മയൊക്കെ വരുമ്പോൾ പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറയുക. കാര്യം ഞങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഉമ്മ. സാറേ എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ, എന്റെ കൊച്ചിനെ ഇറക്കി തരണം. അങ്ങനെയെങ്കില് എന്റെ മൂത്തോ ഇളയോ മരിച്ചോ, ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം. എങ്ങനെയെങ്കിലും എനിക്ക് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുറിച്ച് ഞാൻ മനുഷ്യന് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കണം. നമുക്ക് നോക്കാം, ഉമ്മ സമാധാനമായിട്ട് കിടക്കുക കേട്ടോ. ഓക്കെ. ഈ ഒരു വീഡിയോയിൽ വ്യക്തമാണ് ഷെമി പറഞ്ഞ കാര്യങ്ങൾ. അതായത് ഒന്നും ഓർമ്മ വരുന്നില്ല, പക്ഷെ മകനെ, അതായത് ഇളയമോൻ അഫ്സാനെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ട കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ ഈ അഫാൻ തന്നെ ആക്രമിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു ഓർമ്മയില്ല. കട്ടിലിൽ നിന്ന് വീണു എന്ന് തന്നെയാണ് അവർ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത്. അത് കൂടാഞ്ഞിട്ട് തന്നെ എന്റെ മകനെ രക്ഷപ്പെടുത്തി തരണേ സാറേ എന്നവർ പറഞ്ഞത് കേട്ടില്ലേ? ശരിക്കും തുടക്കത്തിൽ തന്നെ നമുക്കിത് മനസ്സിലായതാണ്. ഇവർ കള്ളം പറയുകയാണ്, അല്ലെങ്കിൽ ഇവർക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും, അതായത് സാധാരണക്കാരായ എല്ലാവർക്കും മനസ്സിലാവുന്നത് തന്നെയാണ് അല്ലെ, അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമായിരുന്നു എന്നുള്ളത്. എന്തായാലും ഈ ഒരു കള്ളവും അല്ലെങ്കിൽ ഈ ഒരു അഭിനയം കൊണ്ട് മുന്നോട്ട് കുറെ കാലം കൂടി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൂടി തന്നെയായിരിക്കും ഷെമി ഇപ്പോൾ അഫാനെതിരെ ഈ ഒരു മൊഴി നൽകിയത്. ഈ ഒരു സംഭവം നടക്കുന്ന ദിവസം അന്ന് ഇവർക്ക് 50,000 രൂപ ആർക്കോ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മാതാവ് ഷെമിയും അതുപോലെ അഫാനും കൂടി ഈ റഹീമിന്റെ സഹോദരനായ ലത്തീഫിന്റെ വീട്ടില് പൈസ ചോദിക്കുകയും അവർ കൊടുക്കാതെ, അതായത് വിസമ്മതിച്ചപ്പോഴാണ് ഈ ഒരു പൈസ തരാതിരുന്നപ്പോൾ അപ്പോഴേ ഈ അഫാന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ദേഷ്യം തോന്നിയിരുന്നു, അല്ലെങ്കിൽ ഒരു രോഷം തോന്നിയെന്നൊക്കെ ഈ ഒരു അഫാന്റെ ഉമ്മ പറയുന്നുണ്ട്. അപ്പോഴേ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം അവർ വീട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ മകൻ ഇത്തരത്തിൽ പ്രവർത്തിക്കുമെന്ന് ഇവരും കരുതിയില്ല എന്നാണ് ഇവരിപ്പോ മൊഴി കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഇവിടെ അടിസ്ഥാനരഹിതമായിട്ട് കുറെ കാരണങ്ങൾ തന്നെയാണ് ഷെമി പറയുന്നത്. ശരിക്കും ഇതൊന്നും ഇപ്പൊ നമുക്ക് വിശ്വസിക്കാൻ കൂടി പറ്റും, കാരണം തുടക്കം മുതലേ കള്ളം പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു ഷെമി. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവന്റെ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ എല്ലാം വെൽ പ്ലാനോട് കൂടി തന്നെയായിരുന്നു. ആ ചുറ്റിക വാങ്ങുന്നത് മുതൽ ബാക്കി ഇന്ന സ്ഥലത്ത് പോയി കൊല്ലുക എന്നുള്ളത്, അല്ലാതെ ഇത് ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് തോന്നിയതല്ല. ഇവൻ ഫുൾ വെൽ പ്ലാനോട് കൂടി തന്നെയായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം ചെയ്തത്. അത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുക. ഓരോ കാര്യങ്ങൾ അവൻ ചെയ്യുന്നതും എടുക്കുന്നതൊക്കെ ഇവിടെ മാതാവ് പറയുന്നതും ഇവിടെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിലാണ് അവൻ അക്കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുന്നത്. അതൊക്കെ മഹാകള്ളമാണ്. കാരണം നമുക്ക്, അല്ലെങ്കിൽ പോലീസുകാർക്ക്, നമ്മളെ പരിചയപ്പെടുത്തില്ലെങ്കിൽ പോലീസുകാർക്ക് മനസ്സിലാകുമല്ലോ ആര് കള്ളം പറയുന്നു എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായിട്ടും അറിയാം. നമ്മളൊന്ന് ആഗ്രഹിച്ചു പോവുകയാണ്, ഈ ഒരു കൊലപാതകങ്ങളുടെ സ്ഥാനത്ത് ഇവർ രണ്ടുപേരങ്ങ് മരിച്ചു പോയിരുന്നെങ്കിലല്ലേ ആ ബാക്കിയുള്ളവർ എന്ത് തെറ്റാണ് ചെയ്തത്? അവരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് ഇന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നത് ഈ തെറ്റ് ചെയ്ത രണ്ടുപേരും. നമുക്കറിയാം ആ ഒരു മുത്തശ്ശിക്ക് 95 വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു മുത്തശ്ശിക്ക് പേരക്കിടങ്ങളൊക്കെ വീട്ടിൽ പോകുമ്പോൾ എന്താ പറയുക, മുട്ടായി വാങ്ങാനും മറ്റു കൊടുക്കാനും ഒക്കെ 100, 50 ഒക്കെ എടുത്ത് കൊടുക്കുന്ന ആ ഒരു മുത്തശ്ശിയെ എന്ത് തെറ്റാണ് അവർ ചെയ്തത്? മാല കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാണോ? അഫാന്റെ സ്വന്തം മുത്തശ്ശിയാണ്. അപ്പം ഇത്രയ്ക്കുള്ള ഒരു മാല കൊടുത്തില്ല എന്ന് പറഞ്ഞ് ചുറ്റിക എടുത്ത് അടിക്കാനൊക്കെ ഉള്ള ഒരു പക. പ്രത്യേകിച്ചും റഹീം പറയുന്നുണ്ട് ആ ഉമ്മ കഴിയുന്നത് തന്നെ മക്കളുടെ ചെലവിലാണ്. അപ്പൊ മക്കള് കൊടുക്കുന്നതും വെച്ചാണ് ഈ ഒരു പൈസയൊക്കെ വെച്ച് ഒരു സ്വരൂപ് കൂട്ടിയിട്ടാണ് പേരക്കുട്ടികൾക്കൊക്കെ 100, 50 ഒക്കെ കൊടുത്തവർക്ക് മുട്ടായി വാങ്ങാനും മറ്റതും ഒക്കെ കൊടുക്കുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്കറിയാം റഹീം ഗൾഫിലാണ്. ആ ഒരു സ്ഥാനത്ത്, ഒരു കാരണവന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും അല്ലെങ്കിൽ അവരെ ഉപദേശിക്കാനും ശാസിക്കാനും ഉള്ള അധികാരമുള്ള ഒരാള് റഹീമിന്റെ സഹോദരനായ ലത്തീഫ്, അദ്ദേഹത്തെയും കൊലപ്പെടുത്തി. കൂടാതെ ഇതിലൊന്നും പെടാതെ അല്ലെങ്കിൽ ഒന്നും അറിയാതെ അവരുടെ ഭാര്യയെ കൊലപ്പെടുത്തി. എന്തിനാ ഇതൊക്കെ ചെയ്തത്? ഇതിലെ ഏറ്റവും നമുക്ക് വേദന ഉണ്ടാക്കിയ 2 മരണങ്ങളാണ് അഫ്സാന്റെയും അതുപോലെ ഫർസാനയുടെയും മരണം. ശരിക്കും എന്താണ് അവർ ചെയ്ത തെറ്റ്? ഫർസാന ഈ ഒരു പയ്യനെ സ്നേഹിച്ചു എന്നുള്ള തെറ്റാണോ ചെയ്തത്? ആ ഒരു തെറ്റിനുള്ള ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ അനുജനായ അഫ്സാനെ 8ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ആ ഒരു കുഞ്ഞുകുട്ടി എന്ത് തെറ്റാണ് ചെയ്തത്? അവനിപ്പോ ജീവിതം പഠിച്ചു വരുന്നതേ ഉള്ളൂ. അവരേക്ക് ഇത്തരത്തിൽ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ്? ഇതിൽ നിരപരാധികളായ ഇത്രയും പേരാണ് മരണപ്പെട്ടത്. പക്ഷേ തെറ്റ് ചെയ്ത 2 പേരോ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കപ്പെട്ട് ഇപ്പോൾ ഭൂമിയിൽ ബാക്കിയുണ്ട്. ബാക്കി ഒന്നും അറിയാത്ത ആളുകൾ, അതായത് ഇവരെ വിശ്വസിച്ച് ഇവരെ സ്നേഹിച്ചു എന്നുള്ള തെറ്റ് മാത്രം ചെയ്ത ആളുകളാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. ശരിക്കും ഇത് തന്നെയാണ് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ രോഷമുണ്ടാവാനുള്ള മെയിൻ കാരണം. അതുകൂടാതെ തന്നെ അഫാന് നല്ല ശിക്ഷ കൊടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ സ്ഥാനത്ത് ഈ ഒരു സ്ത്രീ, ഈ ഒരു ഉമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ട് ശരിക്കും ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു ഉമ്മയുണ്ടോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകുന്നു. എന്നിട്ടും ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകം ചെയ്ത മകനെ ന്യായീകരിക്കാൻ, അതായത് എന്റെ ഇളയ മകനോ പോയി എനിക്ക് മൂത്തവനെങ്കിലും വേണം എന്ന് പറഞ്ഞ് കരയുന്ന ഈ ഒരു ഉമ്മയെ കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര പുച്ഛം തോന്നുകയാണ് ഇവരോട്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണല്ലോ, ശ്രീകണ്ഠൻ നായർ ഒരു വീട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. അവരുടെ പെട്ടെന്നുള്ള ഒരു ഉദ്ദേശം കണ്ടില്ലേ? ആ ഒരു വീട്ടിൽ ഇനിയുള്ള കാലം തന്റെ മകനുമൊത്ത് സുഖമായിട്ട് ജീവിക്കാം എന്നാണ് അവർ കരുതുന്നത്. അത് നടക്കോ? ഈ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഈ ഒരു ആളാണ് അഫാൻ എന്ന് പറയുന്ന വ്യക്തി. ഇവൻ ഇനിയും ഇതുപോലെയുള്ള കൊലപാതകം ചെയ്യില്ല എന്നെന്താണ് ഉറപ്പും?
അതും പറയുന്നതായിട്ട് വാപ്പായും തീർക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണെന്ന്. അപ്പൊ ഇവൻ ഇനി പുറത്തിറങ്ങിയാൽ ഇനി എത്ര ജീവനുകളായിരിക്കും ഇനി നഷ്ടപ്പെടുന്നത്. അത് മാത്രമല്ല, ബന്ധുക്കളോട് ഇപ്പൊ ഉമ്മായെ കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ബന്ധുക്കളോട് ഇനി അവനക്ക് വീണ്ടും വിരോധം തോന്നില്ലേ, പകയുണ്ടാവില്ലോ, സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഒരു തെറ്റ് ചെയ്തവന് അടുത്ത ഒരു തെറ്റ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇത്തരത്തിൽ അവനുള്ള സംരക്ഷണവും ചിക്കനും ബറോട്ടയും ഒക്കെ തിന്ന് നടക്കുന്നവന് എന്താണ് അവന് പേടി? അവന് ഒരു കുസലും മുഖത്തൊരു ഭാവഭേദവും ഇല്ലാതെ ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം തോന്നുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ തെളിവെടുപ്പിന് വന്ന സമയത്ത് ഈ റഹീം മകനെ കണ്ടായിരുന്നു. കാരണം 7 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് റഹീം ഈ ഒരു മകനെ കാണുന്നത്. അത് വാർത്താ മാധ്യമങ്ങളൊക്കെ അതിനെയൊക്കെ പകർത്തി. കാരണം ഇവിടെ ഇദ്ദേഹം നിന്നാലും അതൊക്കെ പകർത്തുക, അവരുടെ സെന്റിമെന്റൽ ഫീലിങ്സിനെ വെച്ച് മുതലെടുക്കുക, ഇതൊക്കെ തന്നെയാണ് അവർ ചെയ്യുന്നത്. എന്തായാലും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ നമുക്കും വിഷമം തോന്നി. സങ്കടവും ദുഃഖവും സന്തോഷവും കൂട്ടുകാരെ പോലെ പങ്കിടാറുള്ള മകനെ 7 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയ അബ്ദുൾ റഹീം കാണുന്നത് വഴിയരികിൽ നിന്നാണ്. പോലീസ് ജീപ്പിലിരിക്കുന്ന മകൻ അഫാന് ഒരു ഭാവ വ്യത്യാസവുമില്ല. കുറ്റബോധത്തിന്റെ തരിമ്പ് പോലുമില്ലാതെ അഫാൻ 3ാം വട്ടവും കൊലപാതക കഥ പോലീസിനോട് ആവർത്തിച്ചു. ഇപ്പോഴും ആ മാതാവ് കറക്റ്റ് ആയിട്ടുള്ള ഒരു മൊഴിയല്ല കൊടുത്തിരിക്കുന്നത്. കാരണം ഇനിയും പറയുന്നത് ഈ കടങ്ങൾ എങ്ങനെ വന്നു, സ്വന്തം ഭർത്താവ് അറിയാതെ 35 ലക്ഷം രൂപ കടം വന്നു, എന്തിനു വന്നു, എന്ത് ആവശ്യത്തിന് വന്നു, ഇത് എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും അവർ പറയുന്നില്ല. എന്തായാലും വരുന്ന സമയത്ത് തന്നെ ഇതൊക്കെ അവർ പുറത്ത് പറയും. കാരണം പോലീസ് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ എല്ലാ ഉത്തരവും പുറത്ത് തന്നെ വരും. ഇപ്പൊ അവരുടെ ആരോഗ്യസ്ഥിതി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം പോലീസ് കൂടുതൽ കടുപ്പിക്കാത്തത്. എന്തായാലും പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഫോണും മറ്റു ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. ആർക്കൊക്കെ കൊടുക്കാനുണ്ട്, ആരൊക്കെ അവർ വിളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ അതിനൊക്കെ ഒന്ന് റിക്കവർ ചെയ്തിട്ട് അവരുമായിട്ടൊക്കെ ഒന്ന് വെരിഫൈ ചെയ്താൽ നമുക്ക് പോലീസിന് അവർക്ക് അതിൻ്റെതായ രീതിയിൽ അന്വേഷണം നടത്താനുള്ള വകുപ്പുണ്ട്. അപ്പൊ എന്തായാലും ഇനി ഒരുപാട് കള്ളങ്ങളൊന്നും ഒളിഞ്ഞിരിക്കില്ല, എല്ലാം പുകച്ച് പുറത്ത് തന്നെ വരും, അത് ഉറപ്പാണ്. എന്തായാലും ഈ ഒരു 35 ലക്ഷം രൂപ എങ്ങനെ ഒരു ഭർത്താവ് അറിയാതെ ഇവർക്ക് ഇത്രയും കടം വന്നു? അതായത് മാതാവ് അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു കടം ഉണ്ടായിരിക്കുന്നത്. എന്താവശ്യത്തിന്, അതും സ്വന്തം ഭർത്താവ് അറിയാതെ എന്താവശ്യത്തിനാണ് ഇവർ ഒരു 35 ലക്ഷം രൂപ കടമായത്? 35 ലക്ഷം, 1 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ചിരിപ്പാണ്. അത് നമ്മുടെ കുടുംബത്തിലെ എല്ലാം അറിഞ്ഞുകൂടാ. ഒന്ന് ഈ വീടിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന്, ഇപ്പൊ കല്യാണത്തിനോ എന്തൊക്കെ ആണെങ്കിലും നമുക്ക് അറിയാം ഇത്രയും വലിയ തുക കടമുണ്ടാകും. പക്ഷേ ഒന്നും വേറെ ഒരു ബാധ്യതയും ഇല്ലാത്ത ഈ കുടുംബത്തിന് എങ്ങനെയാണ് ഈ ഒരു 35 ലക്ഷത്തിന്റെ ഒരു കടം വന്നത്? 35 ലക്ഷമാണ് ഇവർ പുറത്ത് പറയുന്നെങ്കിൽ ഇതിൽ കൂടുതൽ കടങ്ങളുണ്ട്. എന്തായാലും ഇത് വരുന്ന ദിവസങ്ങളിൽ ആ മാതാവിന്റെ വായിൽ നിന്ന് തന്നെ പുറത്ത് വരുമെന്ന് തന്നെ നമുക്ക് അത് വരും, അത് ഉറപ്പാണ്. ഇനി അധികം നാളൊന്നും ഈ കള്ളത്തിനൊന്ന് പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. അതിന്റെ ഒരു തെളിവ് തന്നെയായിരുന്നു ഇപ്പോൾ അഫാൻ തന്നെ ആക്രമിച്ചു എന്നുള്ള ഈ ഒരു മാതാവിന്റെ മൊഴി.